എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂണും, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് അത് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇത് പൊരിച്ചെടുക്കാനുള്ളതല്ല കേട്ടോ, ഇത് ഒന്നിച്ചിട്ട് നമ്മൾ വഴറ്റണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്നതിന് അനുസരിച്ചിട്ട് വെള്ളം, അപ്പോൾ 1.5 കപ്പിന് ഞാൻ ഒരു 3 കപ്പാണല്ലോ നമ്മൾ കറക്റ്റ് നെയ്ച്ചോറൊക്കെ എടുക്കുക. പക്ഷേ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഒന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കത് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെക്കാം. ഞാനിത് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ അരി. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലൊന്നങ്ങനെ വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ വറുക്കാനൊന്നും നിൽക്കുന്നില്ല. ഒരു 2 സവാള എടുത്തിട്ട് നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6-7 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുള്ളൂ കേട്ടോ. ചെറിയ പച്ചമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് വഴന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ വീതം നന്നായി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന ഇതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുരുമുളക് ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യണേലും ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിനൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതേപോലെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ റൈസിനോടൊപ്പം ഒന്നും കൂടി ഇത് വേവിക്കുമല്ലോ. അപ്പോൾ ഇത് ഒന്ന് പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കേണ്ട. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വഴറ്റിയതിന് ശേഷം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അരിയൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിക്കണ്ടേ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നെയ്ച്ചോറിന് വെക്കണ കറക്റ്റ് അളവിലല്ല വെച്ചിട്ടുള്ളത്. 1/4 കപ്പ് കുറച്ച്, കാരണം 3 കപ്പിന് 2.25 കപ്പാണ് എടുക്കുന്നത്. പിന്നെ ഇതിൽ കിടന്നിട്ട് ആ പ്രഷറിൽ വേവുന്നതല്ലേ, അപ്പോൾ അത്രയും വെള്ളം മതി. പിന്നെ അതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ല തിളച്ചതിന് ശേഷം കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യണം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്
എടുക്കാൻ പാടുള്ളൂ. അതുവരെക്ക് നമുക്ക് തുറക്കരുത് കേട്ടോ. അരമണിക്കൂർ കഴിയണം. ഒരൊറ്റ വിസിൽ വന്നാൽ മതി, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് മൂടി വെക്കുന്നത്. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടു കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.